ാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അതിനേക്കാൾ ഉപരി പ്രസവം നിർത്തിയ ആൾക്കാർക്ക് രോഗത്തിൽ നിന്ന് മോചനം ഇല്ല, ഉണ്ടാകത്തില്ല. എപ്പ കണ്ട നേരവും രോഗമായിരിക്കും. നടുവുവേദന, ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങള്, ശാരീരികമായ രോഗങ്ങൾ, ഇതെല്ലാം അവരെ സദാ വേട്ടയാടിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങള് പാപം ചെയ്ത് ജീവന്റെ അരുവി നിങ്ങള് മുറിച്ചു കളഞ്ഞു. ദൈവത്തിന്റെ പ്ലാനോ പദ്ധതിക്കോ ഒന്നും നിങ്ങള് ചെവി കൊടുത്തില്ല, തീരുമാനമെടുത്തില്ല. നിങ്ങളവിടെ എല്ലാം സുഖം മാത്രം ആഗ്രഹിച്ച്, സുഖം ആഗ്രഹിക്കുന്നവർക്ക് നാശമാണ് ലഭിക്കുക. സുഖം നിങ്ങൾ ആഗ്രഹിച്ചാൽ അവിടെ നഷ്ടമാണ് നിങ്ങൾക്ക് ലഭിക്കുക. നഷ്ടം സ്വീകരിക്കുന്നവർക്ക് ആ നഷ്ടം ലാഭമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴ് ഈ കരങ്ങൾ ഉയർത്തിരിക്കുന്ന സ്ത്രീകള് എല്ലാവരും തന്നെ എണ്ണീച്ച് നിൽക്കുക. 3 കുഞ്ഞുങ്ങള്, 2 കുഞ്ഞുങ്ങള്, 1 കൊച്ച്, ഇങ്ങനെയൊക്കെ ഉള്ളവര് എല്ലാവരും തന്നെ എണ്ണീച്ച് നിൽക്കുക. കുഞ്ഞുങ്ങളില്ലാത്തവരും എണ്ണീച്ച് നിൽക്കുക. എന്നിട്ട് നിങ്ങളുടെ വലതുകരം നിങ്ങളുടെ ശിരസിൽ വെക്കുക, ഇടതുകരം നിങ്ങളുടെ വയറിന്റെ ഭാഗത്ത്, പൊക്കിളിന്റെ ഭാഗത്തായിട്ട് വെക്കുക. എന്നിട്ട് ഹൃദയത്തിൽ ധ്യാനിച്ച് നോക്കുക, കർത്താവേ, നിന്റെ പദ്ധതി അനുസരിച്ചായിരുന്നു ഞാൻ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകേണ്ടത്. ദൈവമേ, നിന്റെ വാക്ക് ഞാൻ കേട്ടില്ല. ഡോക്ടറോ നേഴ്സന്മാരോ മറ്റുള്ളവരോ ഒക്കെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ച്, ദൈവമേ, നീ തന്ന ജീവന്റെ അരുവി, ഒരു സ്ത്രീയാകുന്നത് അവൾ അമ്മയായി കഴിയുമ്പോഴാണ്. ആ മാതൃത്വമാണ് അവളെ സ്ത്രീത്വത്തിലേക്ക് നയിക്കുന്നത്. അമ്മയായി കഴിയുമ്പോഴാണ് അവളുടെ യോഗ്യത ലോകത്ത് വെളിപ്പെടാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ എത്ര കുഞ്ഞുങ്ങളെ വേണമെന്ന് ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. ദൈവം പറഞ്ഞ അനുസരിച്ചില്ല. എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവമേ 4-മത്തെ 5-മത്തെ കുഞ്ഞിലൂടെ ആയിരുന്നു ദൈവമേ നീ എന്റെ ഭവനത്തിലേക്ക് തരാൻ ആഗ്രഹിച്ചിരുന്നത്. അതിന് ഞങ്ങൾ അനുവദിച്ചില്ല. കഷ്ടപ്പാടാ, ബുദ്ധിമുട്ടോ, പ്രയാസമാ, നോക്കാൻ ആരുമില്ല, ശ്രദ്ധിക്കാൻ ആരുമില്ല എന്നെല്ലാം പറഞ്ഞ് അതിനെല്ലാം ഞങ്ങൾ നിഷേധിച്ച്. എന്നാൽ എന്റെ പൂർവികര്, എന്റെ അമ്മൂമ്മ ഇവരൊക്കെ 5ഉം 10ഉം കുഞ്ഞുങ്ങളെ പ്രസവിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെയായിരുന്നു അവരിത്രയും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്. ആ ജനിച്ച കുഞ്ഞുങ്ങൾ ഒന്നും തന്നെ പാഴായി പോയില്ല. എല്ലാം വലിയ ഉന്നത ജോലിക്കാരൊക്കെ ആയിട്ടായിരുന്നു, വലിയ ഉന്നത സ്ഥാനപതികളായിട്ടാണ് അവര് മാറിയത്. 4ഉം 5ഉം 10ഉം മക്കളൊക്കെ ഉള്ളവരെല്ലാം ഉയർന്ന സ്ഥാനത്തേക്കൊക്കെയാണ് ചെന്നെത്തിയിട്ടുള്ളവര്. ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ പോലും നല്ല രീതിയിൽ ജീവിക്കുവാനായിട്ട് ദൈവം അവരെ അനുവദിച്ചിട്ടുണ്ട്. ദൈവമേ, നിന്റെ കൃപാകടാക്ഷം നശിപ്പിച്ചു കളഞ്ഞ വ്യക്തികളാണ് ഞങ്ങൾ. നിന്റെ വാക്ക് കേൾക്കാതെ ആരുടെയൊക്കെയോ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവമേ, നിന്റെ ജീവൻ ഞങ്ങൾ നശിപ്പിച്ച് ഈ പാപം ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ, ഹൃദയത്തിൽ ഏറ്റു പറയണം. നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ വാക്കുകൾ കേട്ടുകൊണ്ട് ചെയ്തു പോയ പ്രവൃത്തിയാണ്. എന്റെ കുടുംബത്തിന്റെ ഐശ്വര്യമാണ് ഞാൻ നശിപ്പിച്ചത്. അറിവുണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യില്ലായിരുന്നു കർത്താവേ. അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന എല്ലാ തെറ്റുകളും അവിടെ ക്ഷമിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റു പറയുമ്പോൾ ഇതിലൂടെ ഈശോയെ, ഞാൻ ചെയ്ത പാപം നിമിത്തം എനിക്കുണ്ടായിരിക്കുന്ന രോഗങ്ങള്, അസ്വസ്ഥതകള്, കർത്താവേ എന്നിൽ നിന്ന് മോചിപ്പിക്കണമേ, എന്നിൽ നിന്ന് മാറ്റണമേ. നമുക്ക് ദൈവത്തോട് കേണപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകള്, ഇപ്പോഴുള്ള മക്കളെ അനുസരണയില്ലായ്മ, പഠിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, പറയുന്നത് കേൾക്കാനായിട്ട് തയ്യാറാകാതെ പോകുന്ന അവസ്ഥ, ഇതെല്ലാം ദൈവമേ നിന്റെ വാക്ക് നിരസിച്ചത് കൊണ്ടാണ്. വേണ്ടാത്ത സ്വഭാവങ്ങളിലേക്കൊക്കെ അവർ പോകുന്നത്. ഈശോയെ, കരുണയായിരിക്കണമേ.
എന്റെ പിതാവെ പോയി എണ്ണീച്ച് നിൽക്കുന്ന മക്കളുടെ മേൽ അവിടുന്ന് കരുണയായിരിക്കണമേ. മനുഷ്യൻ പറയുന്ന വാക്കുകള് അവര് വിശ്വസിച്ച് പാവമാണ് ചെയ്യുന്നതെന്ന് അറിവില്ലായ്മ കൊണ്ട് അവര് തെറ്റിലേക്കാണ് വീണു പോയത്. കർത്താവെ, പാവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ദൈവസന്നിധി കരയണം മക്കളെ. സങ്കീർത്തനം 51:17 പറയുന്നുണ്ട്, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. നുറുങ്ങിയ ഹൃദയം ദൈവം ഒരിക്കലും നിരസിക്കുകയില്ല. എത്ര മക്കളെ നിങ്ങളിലൂടെ പുറം ലോകം കാണാൻ ആഗ്രഹിച്ച്, എത്ര പേരെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ച് ദൈവം, ഏതെല്ലാം ഉന്നത സ്ഥാനപതികളായിരിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന മക്കളാണ് നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞത്. മറ്റുള്ളവരുടെ അനുഗ്രഹമായിട്ട് മാറാനുള്ള അച്ഛന്മാര്, സിസ്റ്റർമാര്, ബിഷോപ്പ്, മാർപ്പാപ്പ, കർദിനാളന്മാര്, ഉന്നത സ്ഥാനപതികളായിട്ടുള്ള ജോലിക്കാരാകാനുള്ളവര്, ഇവരെല്ലാമാണ് നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞത്. പ്രസവം നിർത്തൽ എന്നുള്ള പ്രക്രിയയിലൂടെ വരാനിരിക്കുന്ന വലിയ ദൗത്യങ്ങളെയാണ് നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞത്. ദൈവസന്നിധിയില് കേണപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ തന്നെ തെറ്റാണ് കർത്താവെ, ആരിലും കുറ്റം ആരോപിക്കണ്ട. ഡോക്ടറിലോ നേഴ്സിലോ മറ്റുള്ള സഹോദരങ്ങളോ ബന്ധുമിത്രാദികളിലോ അമ്മായിയമ്മയോ നാത്തൂനോ ആരിലും നമ്മൾ കുറ്റം ആരോപിക്കണ്ട. തെറ്റെന്റെ തന്നെയാണ്. കാരണം പ്രസവിച്ചാല് നോക്കുകയും വളർത്തുകയും എല്ലാം ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ്. അവർക്ക് പാല് കൊടുക്കേണ്ടതും ഭക്ഷണം കൊടുക്കേണ്ടതും നോക്കേണ്ടതും വളർത്തേണ്ടതും എല്ലാം ഞാൻ തന്നെയാണ്. എന്നാല് ദൈവമേ, പരാതി പറഞ്ഞ് ഞാൻ നിന്റെ അനുഗ്രഹമാണ് ഇല്ലാതാക്കിയത്, നിന്റെ കൃപയാണ് ഇല്ലാതാക്കിയത്. ഇപ്പോഴിത് അനുതാപത്തോടുകൂടി ഏറ്റുപറയുന്ന പലരിൽ നിന്ന് ശാരീരിക രോഗങ്ങള് കാറ്റടിക്കുന്ന പോലെ, പുക പോകുന്ന പോലെ വിട്ടുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴ് കുറ്റബോധമല്ല തോന്നേണ്ടത്, പാപബോധമാണ് തോന്നുന്നത്. ബാക്കി ഇരിക്കുന്നവരെല്ലാവരും ഇപ്പോഴീ നിൽക്കുന്നവരുടെ നേരെ കരങ്ങൾ ഉയർത്തുക, ഇരിക്കുന്നവരുടെ നേരെ കരങ്ങൾ നീട്ടുക. അവരിലൂടെ വന്നുപോയ വീഴ്ചകൾക്ക് നമ്മളും മാപ്പ് ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയില് കരങ്ങൾ നീട്ടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജെറമ്യ 29:11 പറയുന്നുണ്ട്, നിങ്ങളെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്നാണ് കർത്താവ് പറയുന്നത്. ജെറമ്യ 1:5 അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ട്, നിനക്ക് നിന്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു, നിന്റെ പേര് എന്റെ ഉള്ളങ്കയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ വിശദീകരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുമ്പോഴ് എന്റെ ചെറിയ പ്രായം കർത്താവിനെ ഓർമ്മപ്പെടുത്തി തരികയായിരുന്നു. ഒരു 6-7 വയസ്സൊക്കെ പ്രായമുള്ളപ്പോഴ് പള്ളിയിലൊക്കെ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അന്ന് മുതല് എന്താണെന്ന് അറിയില്ല, ഈ പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന സംഗതിയോട് ഭയങ്കര ഒരു ആകർഷണം ഉണ്ടായിരുന്നു. അന്ന് സ്കൂളിലൊക്കെ പോകാനായിട്ട് ഒരുങ്ങുന്നതിന് മുമ്പും സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും കളിയേ ഉള്ള കളി. ഇപ്പൊ ഞങ്ങള് കളിക്കുന്നതെന്ന് പറയുന്നത് ചെറിയൊരു തോർത്ത്, കീറിയ തോർത്തിന്റെ ഇടവശം കീറും, അല്ലെ അപ്പന്റെ അമ്മയുടെ പഴയ കൈലി ഉണ്ടെങ്കിൽ അതെടുത്ത് ചെറിയ തുണ്ടായിട്ട് കീറിയിട്ട് അതിന്റെ ഇടവശം കീറിയിട്ട് അച്ഛന്മാര് ലോഹയിടുന്ന പോലെ കഴുത്തേ കൂടി ഇടുമായിരുന്നു. അങ്ങനെ കഴുത്തേ കൂടി ഇട്ടിട്ട് ഈ കുപ്പിയുടെ അടപ്പ് കൊണ്ട് കട്ടിയുള്ള ഇല ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ബാക്കിയുള്ള ചെറിയ പിള്ളേർ ഒരുപാട് പേരുണ്ട് ഈ പരിസരത്തൊക്കെ, എല്ലാരോടും മുട്ടുകുത്തി നിൽക്കാനായിട്ട് പറയും. അന്ന് സുറിയൻ ഭാഷയിലാണ് കുർബാന. ദേമുന സേക്ലോ സേക്ലോറോ ആമേൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
കുർബാനയാണ് അന്ന്, ആ ലാറ്റിൻ കുർബാനയാണ് അന്ന് ഉള്ളത്. അപ്പൊ ആ ലാറ്റിൻ ഭാഷ നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ പറയാനുണ്ട്. അതില് ഒരു വലിയ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഞാനതെടുത്ത് ഇങ്ങനെ എല്ലാവരും അന്നേരം മുട്ടുകുത്തി നിൽക്കും. പിള്ളേരെല്ലാവരും, കുറെ പിള്ളേർ കാണും, എല്ലാവരും കയ്യും തൊഴുതി പിടിച്ചോണ്ട് മുട്ടുകുത്തി വെക്കൊണ്ട് നിൽക്കും. എന്നിട്ട് ഞാനിതെടുത്ത് ഇങ്ങനെ കാണിക്കും. എന്നിട്ട് നിങ്ങളുടെ ശരീരം എന്നാണെന്ന് അവരോട് പറഞ്ഞത്, നിങ്ങളുടെ ശരീരമാകുന്നു, ഇത് എന്റെ ശരീരമാകുന്നെന്ന് പറഞ്ഞാൽ അവര് പിന്നെ കളിക്കാൻ വരത്തില്ല. അതുകൊണ്ടാ പറയുന്നത് നിങ്ങളുടെ ശരീരമാണ്. അപ്പം നിങ്ങളുടെ ശരീരമാകുമ്പോ അവര് മേടിച്ച് തിന്നാനായിട്ട് തയ്യാറായി വരും ഇല്ലേ? അപ്പോഴങ്ങനെ ആ ഒരേത്തിര അന്നേരം ഈ മുതിർന്നവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കാറുണ്ട് ഈ കുർബാന അർപ്പണം. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ വരും, എണീച്ച് നടന്ന് വന്നിട്ട് ഒരു ചിരട്ടയ്ക്കകത്താണിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചിരട്ടയുടെ കണ്ണിനകത്തൊരു കമ്പൊക്കെ കയറ്റി പിടിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. കാസ ഉണ്ടാക്കി വെച്ചാണ് ഈ ഓസ്തി ഇങ്ങനെ പിള്ളേരുടെ എല്ലാം വായി വെച്ചു കൊടുക്കുക. അപ്പൊ ആമേൻ പറയാത്തുള്ള വായുന്നത് തിരിച്ചെടുക്കും. ആമേൻ എന്ന് പറയണം, ഇല്ലെങ്കിൽ അതിന് തിരിച്ചെടുക്കും. അപ്പോഴേ അവരിങ്ങനെ നാക്കെ സ്വീകരിച്ചുകൊണ്ട് ആമേൻ എന്ന് പറയും. എന്നിട്ട് വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടിയാണ് എല്ലാവരും ഈ കുർബാനയിലൊക്കെ പങ്കെടുക്കുന്നത്. അന്ന് എന്നോട് കൂടെ കളിക്കാനുണ്ടായിരുന്ന 4 പേര് സിസ്റ്റർമാരായിട്ടുണ്ട്, 2 പേര് അച്ഛന്മാരായിട്ടുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തിലെ 5ാമത്തെ മകനാണ്. ഞങ്ങൾ 10 പേരുണ്ടായിരുന്നു. 5ാമത്തെ മകനാണ് ഞാൻ. 13 വയസ്സ് മുതൽ ഈ കുർബാനയും കുമ്പസാരവും ഇതെല്ലാം പോയി. പിന്നെ 30 വയസ്സ് വരെ ദൈവമില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ലാതുള്ള ഒരു ജീവിതമായിരുന്നു. അത് ലോകം